ഹായ് സ്റ്റുഡൻസ്, നമുക്ക് വിക്ടേഴ്സ് ക്ലാസ് 19ലേക്ക് കിടക്കാം. അപ്പോൾ ഈ ക്ലാസ്സിൽ കപ്പാസിറ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റൻസ് ഈ ഒരു ടോപ്പിക്കാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം സെക്കൻഡ് ചാപ്റ്ററിൽ എൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ആയിരുന്നു. അപ്പോൾ ഈ കപ്പാസിറ്റേഴ്സ് ആണ് ഇതിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. കപ്പാസിറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഫാനിൽ തൊട്ട് ചെറിയ ചെറിയ ഇലക്ട്രിക്കൽ ഡിവൈസസ് തൊട്ട് ഏറ്റവും മോഡേൺ ആയ സ്മാർട്ട് ഫോണിൽ വരെയും അതിൻ്റെ ബാറ്ററിയിൽ വരെ ഉപയോഗിക്കുന്നത് സൂപ്പർ കപ്പാസിറ്റേഴ്സ് ആണ്. അപ്പോൾ ഈ കപ്പാസിറ്റേഴ്സിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. കപ്പാസിറ്റർ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ കപ്പാസിറ്റർ എന്തിനാണെന്ന് നമുക്കറിയാം. കപ്പാസിറ്റർ ഈസ് എ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ചാർജസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഡിവൈസാണ് കപ്പാസിറ്റർ. അപ്പോൾ അത് തന്നെ ഒരു ബാറ്ററി പോലെ, ഒരു ചെറിയ ടൈമിൽ ഒരു ബാറ്ററി പോലെയാണ് ഒരു കപ്പാസിറ്റർ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കപ്പാസിറ്ററിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് നമുക്ക് കാണാം. So capacitor is a system of two charges separated by an insulator. അപ്പം system of two conductors separated by an insulator. അപ്പോൾ ഇവിടെ ഒരു കണ്ടക്ടർ 1, കണ്ടക്ടർ 2. അപ്പോൾ അത് എനി ഷേപ്പ് ആവാം. നമുക്ക് ആക്ച്വൽ കപ്പാസിറ്റേഴ്സിന് ഒരു പർട്ടിക്കുലർ ഷേപ്പൊക്കെ വരും. ഇനി ജനറലി കപ്പാസിറ്റർ 2 conductors can be of any shape and separated by an insulator. Insulator can be air, വാക്വം എയർ ഓർ വാക്വം എന്ത് വേണമെങ്കിലും ആവാം. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു ഇറഗുലർ ഷേപ്പുള്ള 2 കണ്ടക്ടേഴ്സാണ് എടുത്തിരിക്കുന്നത്. ഒന്നിന് പ്ലസ് ക്യൂ ചാർജ് കൊടുത്തിരിക്കുന്നു, ഒന്നിന് മൈനസ് ക്യൂ ചാർജ് കൊടുത്തിരിക്കുന്നു. ദേ ആർ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ്. ഈ കപ്പാസിറ്റേഴ്സ് എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നുണ്ട്. ഇറ്റ് ക്യാൻ ബി ചാർജ് യൂസിങ് എ ബാറ്ററി, ഒരു DC വോൾട്ടേജ് ഉപയോഗിച്ച് ചാർജ് ചെയ്യാം. അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ചാർജ് ബൈ ഇൻഡക്ഷൻ. നമ്മൾ ഇൻഡക്ഷൻ മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. ആ ഇൻഡക്ഷൻ മെത്തേഡിലും ചാർജ് ചെയ്യാൻ പറ്റും. സോ വെൻ എ കപ്പാസിറ്റർ ഈസ് ചാർജ്ഡ്, അതായത് കപ്പാസിറ്ററിലേക്ക് പോസിറ്റീവ് ചാർജസും അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജസും കൊടുക്കുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുന്നത്? വെൻ ദ ചാർജ് ഇൻക്രീസസ് ദ പൊട്ടൻഷ്യൽ ഇൻക്രീസസ്. വി നോ ദാറ്റ് V = 1/4πε0 Q/R ആണ്. അപ്പോൾ ഒരു സിംഗിൾ കണ്ടക്ടർ എടുക്കുകയാണെങ്കിലും അതിൻ്റെ മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ചാർജസിൻ്റെ അളവ് കൂടുന്തോറും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡും അതുപോലെ തന്നെ അത് ക്രിയേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യലും കൂടിക്കൊണ്ടേയിരിക്കും. ഒരു വേറെയൊരു ഓപ്പോസിറ്റ്ലി ചാർജ് പ്ലേറ്റും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പൊട്ടൻഷ്യലിന് പകരം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും വരിക. ഇൻ എനി വേ ദ ചാർജ് Q വിൽ ബി പ്രൊപ്പോർഷണൽ ടു V, the potential difference between the plates. രണ്ട് കണ്ടക്ടേഴ്സിനിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓർ വി ക്യാൻ സേ Q = C × V. ഒരു പുതിയ കോൺസ്റ്റന്റ് ഓടുന്നു, C = Q/V, and this quantity is called capacitance of a capacitor, or it is called കപ്പാസിറ്റി എന്നോ കപ്പാസിറ്റൻസ് എന്നോ വിളിക്കാം. അതുപോലെ തന്നെ കപ്പാസിറ്ററിന് വേറൊരു പേര് കൂടിയുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് എ കണ്ടൻസർ എന്നും കപ്പാസിറ്ററിനെ വിളിക്കും. ഇപ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെയായിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പം ആൻഡ് യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് എന്താണെന്ന് നോക്കാം. വി ഹാവ് C = Q/V, ദാറ്റ് ഈസ് കൂളംബ് പെർ വോൾട്ട്. അപ്പം SI യൂണിറ്റിൽ പറയുകയാണെങ്കിൽ C വോൾട്ട് ഇൻവേഴ്സ് CV⁻⁻1 ആണ് കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് വരിക. ബട്ട് ഇറ്റ് ഈസ് ഗിവൺ എ സ്പെഷ്യൽ നെയിം ഇൻ ദ ഓണർ ഓഫ് ദ സയൻറ്റിസ്റ്റ് മൈക്കൽ ഫാരഡേ, ആൻഡ് ദ യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ഈസ് ഫാരഡ് എന്ന് പറയുന്നതാണ് കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ്. ഈ 1 ഫാരഡ് വളരെ ലാർജ് ക്വാണ്ടിറ്റിയാണ്, നമ്മൾ നെക്സ്റ്റ് കാണുന്നുണ്ട്. ഇനി സിമ്പിൾ ഓഫ് ദി കപ്പാസിറ്ററിൻ്റെ സിമ്പിൾ എങ്ങനെയാണ്? ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ ഇങ്ങനെ 2 പാരലലായിട്ട് ലൈൻസ് വരച്ചിട്ടാണ് നമ്മൾ കപ്പാസിറ്ററിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫിക്സ്ഡ് കപ്പാസിറ്റൻസ്, അതായത് ഇതിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ മാറാത്ത. ഇപ്പോൾ ഒരു മൈക്രോ ഫാരഡിലൊക്കെയാണ് പറഞ്ഞെങ്കിൽ 4 മൈക്രോ ഫാരഡ് ആണെങ്കിൽ ആ വാല്യൂ മാറുന്നില്ല. ഇനി രണ്ടാമത് കാണിച്ചിരിക്കുന്നത് സർക്യൂട്ടിൽ ഇങ്ങനെ ഒരു സിമ്പിളാണ് കാണുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് എ വേരിയബിൾ കപ്പാസിറ്റർ. അതായത് ഇങ്ങനെ ഒരു ആരോ മാർക്ക് കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വേരിയബിൾ കപ്പാസിറ്ററിനെയാണ് കാണിക്കുന്നത്. ഇനി ഒരു കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ ഡെഫിനിഷൻ കൂടെ നമുക്ക് നോക്കാം. അതായത് നിങ്ങൾക്ക് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്ന കപ്പാസിറ്റർ ഈസ് എ ഡിവൈസ് വിച്ച് ഈസ് യൂസ് ടു സ്റ്റോർ ചാർജസ് ആൻഡ് ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് 2 conductors സെപ്പറേറ്റഡ് ബൈ ആൻ ഇൻസുലേറ്റർ. അതാണ് കപ്പാസിറ്ററിൻ്റെ അല്ലെങ്കിൽ കണ്ടൻസറിൻ്റെ ഡെഫിനിഷൻ.
ഇനി കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ കപ്പാസിറ്റർ ടു സ്റ്റോർ ചാർജസ്. ഒരു കപ്പാസിറ്ററിന് എത്രമാത്രം ചാർജ് സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കുന്ന ഒരു ടേമാണ് കപ്പാസിറ്റൻസ് അല്ലെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. C/Q/V ആണ്. സിയുടെ വാല്യൂ കൂടുവാണെങ്കിൽ കൂടുതൽ ചാർജസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയും. Or it is defined as it is the ratio of the charge given to the conductor to the rise in its potential. അപ്പം Q/V ആണ് റേഷ്യോ ഓഫ് ചാർജ് ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അല്ലെങ്കിൽ ഒരു സിംഗിൾ കണ്ടക്ടർ ആണെങ്കിൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചാർജ് ടു പൊട്ടൻഷ്യൽ ഇറ്റ് ഈസ് റൈസ്ഡ്. ഇനി ഇവിടെ ഈ പിക്ചറിൽ നോക്കാം, പലതരം കപ്പാസിറ്റേഴ്സിനെ കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ കപ്പാസിറ്റേഴ്സൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഇങ്ങനെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ളത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ, ഈ പരിപ്പിൻ്റെ ഷേപ്പിലുള്ളത് സെറാമിക്, ഇങ്ങനെ ഒരു ടാങ്ക് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പുള്ളത് പോളിസ്റ്റർ, ഇത് ഇങ്ങനെയുള്ളത് MKT. അപ്പോൾ ഇതൊക്കെ ഫിക്സ്ഡ് കപ്പാസിറ്ററാണ്, അതിൻ്റെ സിമ്പിൾ ഇങ്ങനെയാണ്. ഇനി വേരിയബിൾ കപ്പാസിറ്റർ, അതായത് നമ്മുടെ റെഗുലേറ്ററിലൊക്കെ ഉപയോഗിക്കുന്ന കപ്പാസിറ്റൻസ് വേരി ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ റേഡിയോയിലൊക്കെ ഉപയോഗിക്കുന്ന കപ്പാസിറ്റൻസ് ഈ ടൈപ്പാണ് വരുന്നത്. ഇതിൻ്റെ വേറെയൊരു പിക്ചറും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ഇലക്ട്രോണിക് സർക്യൂട്ടാണ് കൊടുത്തിരിക്കുന്നത്. നോക്കുക, ഈ കാണിച്ചിരിക്കുന്നത് ഇതൊക്കെ എന്താണ്, സിലിണ്ടറിക്കൽ കപ്പാസിറ്റേഴ്സ് ആണ് ഉള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാർബൺ റെസിസ്റ്റർ ഉണ്ട്, നിങ്ങൾ നെക്സ്റ്റ് പഠിക്കുന്നുണ്ട്. അപ്പം ഇതാണ് ഈ കാണിക്കുന്നതെല്ലാം എന്താണ്, സിലിണ്ടറിക്കൽ കപ്പാസിറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ അല്ല ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സ് ആണ്. ഇനി വേറെ ഒരു പിക്ചറും കൂടെ നമുക്ക് നോക്കാം. ഈ ഒരു പിക്ചർ നോക്കുക, ഇതാണ് നേരത്തെ പറഞ്ഞ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ. നമ്മുടെ സിലിണ്ടറിക്കൽ ഷേപ്പുള്ള ഇത് അത് തന്നെയാണ്, ഇതും അത് തന്നെയാണ്, ഇതാണ്. ഇനി ഇതാണ് സെറാമിക് കപ്പാസിറ്റർ, ഇതാണ് പോളിസ്റ്റർ കപ്പാസിറ്റർ. അപ്പോൾ ഇതൊക്കെ പല ടൈപ്പ് കപ്പാസിറ്റേഴ്സ് ആണ്. അപ്പോൾ ഇതുപോലെയുള്ള കപ്പാസിറ്റേഴ്സ്, ഫാനിൻ്റെ ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു വൈറ്റ് കളറിൽ, ഇപ്പോൾ സീലിംഗ് ഫാനാണെങ്കിൽ കുറച്ച് വൈറ്റ് കളർ വലിയ കപ്പാസിറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പം പല ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിലും ഈ കപ്പാസിറ്റേഴ്സ് നിങ്ങൾ തന്നെ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു കപ്പാസിറ്ററിന് രണ്ട് കണ്ടക്ടേഴ്സ് ഉണ്ടല്ലോ, രണ്ട് കണ്ടക്റ്റിംഗ് പ്ലേറ്റ്സ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ഇൻസുലേറ്റിംഗ് മീഡിയം, എയർ, വാക്വം ഓർ എനി അതർ ഇൻസുലേറ്റർ ഉണ്ടാവും. ഇനി ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു കണ്ടക്ടറിനെ നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ചാർജസിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് അതിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് കൂടും, പൊട്ടൻഷ്യലും കൂടും. അല്ലെങ്കിൽ രണ്ടാമതൊരു കണ്ടക്ടറും കൂടെ വരുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, അപ്പോൾ അതിൻ്റെ വാല്യൂ കൂടുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ചാർജ് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ആ ഹൈ ഇലക്ട്രിക് ഫീൽഡ് കാരണം ചുറ്റുമുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ വരുന്ന ഇൻസുലേറ്റിംഗ് മീഡിയത്തിലൂടെ ഹൈ ഇലക്ട്രിക് ഫീൽഡ് കടന്നു പോകുമ്പോൾ അതിനെ അയണൈസ് ചെയ്യുക. അയണൈസ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ പുറത്ത് കൊണ്ടുവരാം. അപ്പം ഇലക്ട്രോൺസും അയൺസും കിട്ടും. അപ്പോൾ ആ സമയത്ത് എന്താണ്, ആ ഇൻസുലേറ്റിംഗ് മീഡിയം ഒരു കണ്ടക്ടറായിട്ട് മാറും. അപ്പോൾ അങ്ങനെ കണ്ടക്ടറായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഈ രണ്ട് കണ്ടക്ടേഴ്സിൻ്റെ ഇടയിൽ വരുന്ന മീഡിയം ഒരു കണ്ടക്ടറായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, ഈ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത ചാർജസ് ഒക്കെ അതിലൂടെ ഫ്ലോ ചെയ്ത് അല്ലെങ്കിൽ ലീക്ക് ചെയ്ത് പോകും. ദർ ഇസ് എ ലീക്കേജ് ഓഫ് ചാർജസ് ഫ്രം ദ കപ്പാസിറ്റർ. So for any medium there is a maximum value with which it can withstand an electric field. ഒരു ഇലക്ട്രിക് ഫീൽഡിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മാക്സിമം കപ്പാസിറ്റി ഉണ്ട്. ഓർ ദ മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് ദാറ്റ് എ ഡയലക്ട്രിക് ഓർ എ ഇൻസുലേറ്റർ ക്യാൻ വിത്ത്സ്റ്റാൻഡ് without breakdown of its insulating property is called dielectric strength. ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി നമ്മൾ പഠിച്ചത് അതല്ല, ഡയലക്ട്രിക് സ്ട്രെങ്ത് ആണ്. ഡയലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒരു ഡയലക്ട്രിക് മീഡിയത്തിന് അല്ലെങ്കിൽ ഒരു ഇൻസുലേറ്റിംഗ് മീഡിയത്തിന് താങ്ങാൻ പറ്റുന്ന മാക്സിമം ഇലക്ട്രിക് ഫീൽഡ്. അതിൽ കൂടുതൽ ഇലക്ട്രിക് ഫീൽഡ് വന്നാൽ എന്താണ്, അതിൻ്റെ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ട് അത് ഒരു കണ്ടക്ടറായിട്ട് മാറും. അപ്പം അങ്ങനെ ആണെങ്കിൽ എയറിൻ്റെ കേസിൽ 3×10⁶ വോൾട്ടാണ്, വോൾട്ട് പെർ മീറ്റർ ആണ്. നമുക്ക് the maximum electric field that a dielectric medium can withstand without breakdown is called the breakdown of its insulating property is called dielectric strength. For air it is about 3×10⁶ watt per meter. അപ്പം ഇതാണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തുടക്കത്തിൽ പറയാനുള്ളത്. അതായത് കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ ഡെഫിനിഷൻ പറഞ്ഞു, എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ ഇക്വേഷൻ C/Q/V ആണ്. ഇനി അതിൻ്റെ യൂണിറ്റ് ഫാരഡ് ആണ്, അതിലൊരു ലാർജർ യൂണിറ്റ് ആണ്. അതെങ്ങനെയാണ്
സർക്യൂട്ടിൽ കാണിക്കുന്നത്. ഇനി ഡയലക്ട്രിക് സ്ട്രെങ്ത്. അപ്പം നെക്സ്റ്റ് നമുക്ക് ഒരു സ്പെഷ്യൽ ടൈപ്പ് കപ്പാസിറ്റേഴ്സിലേക്ക് പോകാം, ദാറ്റ് ഈസ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അപ്പോൾ അതായത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് രണ്ട് കണ്ടക്ടേഴ്സ് ഉള്ളതിൽ രണ്ടും പാരലൽ പ്ലേറ്റ്സ് ആണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ രണ്ട് പ്ലേറ്റിൻ്റെ ഒരു പ്രൊജക്ഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെ പാരലായിട്ട് രണ്ടെണ്ണം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ആണ്. ഒന്നൊരു പോസിറ്റീവ് ചാർജ് കൊടുത്താൽ ഒന്നിന് നെഗറ്റീവ് ചാർജാണ് കൊടുക്കുന്നത്. ഇനി ഇങ്ങനെ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് പ്ലേറ്റ്സിൻ്റെ ഇടയിലുള്ള ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഗോസസ് തിയറത്തിൽ പ്ലെയിൻ ഷീറ്റിൻ്റെ കേസിൽ സംഭവം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചേഴ്സ് സാറ് ഒന്നും കൂടെ അത് എടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണെന്നുള്ളത്. അതായത് ഇങ്ങനെ ഒരിടത്ത് പ്ലസ് ചാർജ്, ഒന്ന് മൈനസ് ചാർജ്, ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്. അപ്പം ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 റീജിയൻസ് എടുക്കുന്നു. അപ്പം ഈ 3 റീജിയൻസിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നു. അപ്പം പ്ലെയിൻ ഷീറ്റിൻ്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ എന്താണ്? σ/2ε0 ആണ്. ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എല്ലാ പൊസിഷനും സെയിം ആണ്. അപ്പോൾ ഈ കണ്ടക്ടർ, പോസിറ്റീവ് കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്വേർഡ് ആണ്. അപ്പം ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും വാല്യൂ σ/2ε0 ആണ്. അതുപോലെ തന്നെ ഈ നെഗറ്റീവ് കണ്ടക്ടർ ഈ പോയിന്റിൽ ഫസ്റ്റ് റീജിയനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇതിൻ്റെ വാല്യൂവും σ/2ε0 തന്നെയാണ്. പക്ഷേ ഡയറക്ഷൻ ഈ നെഗറ്റീവിലേക്കാണ്, അല്ലേ, ഇൻവേർഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഇത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. ഈ റീജിയനിലെ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. സിമിലർലി തേർഡ് റീജിയനിൽ ഫസ്റ്റ് കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് റൈറ്റ് സൈഡിലേക്കായിരിക്കും. അപ്പോൾ അവിടെ വാല്യൂ σ/2ε0 ആണ്. ഇനി ഈ കണ്ടക്ടർ, നെഗറ്റീവ് കണ്ടക്ടർ സെക്കൻഡ് കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും, നെഗറ്റീവിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കും, അത് σ/2ε0 തന്നെയാണ്, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇവിടെയും ഇത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ക്യാൻസൽ ആയി പോകും. ഇനി മിഡിൽ റീജിയനിലെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. മിഡിൽ റീജിയനിൽ രണ്ടും ഇത് പോസിറ്റീവ് നിന്ന് ഔട്ട്വേർഡ് ആണ്, നെഗറ്റീവിലേക്കുമാണ്, അല്ലേ. അപ്പോൾ രണ്ടിൻ്റെയും വാല്യൂസ് σ/2ε0, σ/2ε0 അത് സെയിം ഡയറക്ഷനാണ്. അതുകൊണ്ട് രണ്ടും ആഡ് ചെയ്ത് വരും. അപ്പോൾ അതാണ് ഇതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് റീജിയനിൽ 0 ആവുന്നത്, തേർഡ് റീജിയനിൽ അതുപോലെ തന്നെ 0 ആവുന്നത്. ഇനി മിഡിൽ റീജിയനിൽ എന്താണ്, σ/2ε0 പ്ലസ് σ/2ε0 ദാറ്റ് ഈസ് ഈക്വൽ ടു σ/ε0. ഈ വാല്യൂ നമ്മൾ നേരത്തെ ഓൾറെഡി കണ്ടതാണ്. ഇത് അതായത് നമ്മൾ ഈ വാല്യൂ ഒരിക്കൽ കണ്ടത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സിലൊരു ചാർജ് കണ്ടക്ടറിൻ്റെ മുകളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് σ/ε0 ആണെന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളതാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ കൺസിസ്റ്റ് ഓഫ് 2 large plain parallel conducting plates separated by a small distance. രണ്ട് പ്ലെയിൻ പാരലൽ പ്ലേറ്റ്സ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഇലക്ട്രോളിറ്റിക്, സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഇലക്ട്രോളിറ്റിക് അല്ലെങ്കിൽ സെറാമിക് കപ്പാസിറ്റേഴ്സിന് ഒക്കെ എന്താണ്, പാരലൽ പ്ലേറ്റ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഈ പാരലൽ പ്ലേറ്റ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ രണ്ട് പാരലൽ പ്ലേറ്റ് വെച്ചിരിക്കുകയല്ല, പാരലൽ പ്ലേറ്റിന് വലിയ 2 റോള് അത് തമ്മിൽ അതിങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് അടുക്കി വെച്ചിരിക്കുന്നു. എന്നിട്ട് 2 ടെർമിനൽ കൊടുക്കുകയാണ്, പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ കൊടുക്കുന്നു. നടുക്കൊരു ഇൻസുലേറ്റിംഗ് മീഡിയം പേപ്പറൊക്കെ വെക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇത് നേരത്തെ കാണിച്ച പോലത്തെ ഒരു കപ്പാസിറ്റർ ബ്രേക്ക് ചെയ്തിട്ട് അതിലെ പാരലൽ പ്ലേറ്റ്സ് കാണിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നോട്ടിൻ്റെ കൂടെ ഞാൻ അത് സെൻഡ് ചെയ്ത് തരാം, ഒരു വീഡിയോ. അപ്പോൾ ഇതാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. the conductors are 2 parallel plates separated by a small distance. ഇവിടെ ഒരു മീഡിയം ഉണ്ടാവും. ഇനി ഇങ്ങനെയുള്ള പാരലൽ പ്ലേറ്റിൻ്റെ കപ്പാസിറ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അത് വളരെ എളുപ്പമാണ്. കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ ഈസ് ഈക്വൽ ടു Q/V ആണ്, നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ. ഇനി Q ഈക്വൽ ടു, അപ്പോൾ ഒരു പ്ലേറ്റ് ഇവിടെ നമുക്ക് സിഗ്മ, ഇത് മൈനസ് സിഗ്മയാണ്. Q എന്ന് പറയുന്നത് ഈ ഈക്വൽ ടു എന്താണ്, ചാർജ് ഡെൻസിറ്റി സിഗ്മ ആണെങ്കിൽ സിഗ്മ ഇൻറ്റു ഏരിയ ആയിരിക്കും, ഈ പ്ലേറ്റ്സിൻ്റെ ഏരിയ. അപ്പോൾ 2 പാരലൽ പ്ലേറ്റ്, ഒരു റെക്റ്റാങ്കുലർ ഷേപ്പുള്ള പാരലൽ പ്ലേറ്റ് ആണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഏരിയ A ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ ഏരിയ A ആണെങ്കിൽ Q = സിഗ്മ ഇൻറ്റു A. ഇത് നമ്മൾ കുറേ വട്ടം കണ്ട ഇക്വേഷനാണ്. സിഗ്മ = Q/A ആണ്, Q = സിഗ്മ ഇൻറ്റു A.
ഇനി പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ റിലേഷൻ ബിറ്റ്വീൻ ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യലിൽ പഠിച്ചിരുന്നു. E = -dV/dr. അപ്പോൾ ഞാനവിടെ പറഞ്ഞു അവിടെ ചെറിയ വോൾട്ടേജും ഡിസ്റ്റൻസും പിന്നെ ഇലക്ട്രിക് ഫീൽഡൊക്കെ ഫിക്സ് ആണെങ്കിൽ നമുക്ക് E = V/d എന്ന് പറയാം, അല്ലെങ്കിൽ V = E × d എന്ന് പറയാം. അപ്പം അങ്ങനെ ഇക്വേഷൻസ് ഒക്കെ നേരത്തെ പറഞ്ഞു തന്നിരുന്നല്ലോ അല്ലേ. അപ്പം ഇത് റിലേഷൻ ഓർക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ മതി, V = E × d. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഇനി ഇലക്ട്രിക് ഫീൽഡ് E = Eയുടെ വാല്യൂ എന്താണ്? σ/ε0 നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് പാരലൽ പ്ലേറ്റിനിടയിലുള്ള. അപ്പം V = എന്തായിരിക്കും? σ/ε0 × d. അപ്പോൾ ഈ ഇക്വേഷൻ കൊണ്ടുപോയിട്ട് നമ്മൾ ഈ ഇക്വേഷൻ 2ഉം 3ഉം കൂടി ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം C = σA/σ/ε0 × d. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം സിഗ്മ ക്യാൻസൽ ആയി പോകും, പിന്നെ ഈ /ε0 എന്നുള്ളത് മുകളിലേക്ക് പോകും. അപ്പോൾ C = ε0A/d എന്ന് കിട്ടും. സോ ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ. ഇത് വളരെ ചെറിയ ഡെറിവേഷൻ ആണ്, പക്ഷേ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. ഡിറൈവ് ദ കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. C = ε0A/d. അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സിലാണ് ഈ കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്തതെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ദ പ്ലേറ്റ്സ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്, ആൻഡ് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ε0. അതായത് ഏത് മീഡിയമാണ് അതിന് പ്രൊപ്പോർഷണൽ ആണ്. ആക്ച്വലി ദ കപ്പാസിറ്റൻസ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ C = Q/V ആണ്. Q ഇൻക്രീസ് ചെയ്താൽ V ഇൻക്രീസ് ചെയ്യും. അപ്പം Q/V ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇനി അപ്പം കപ്പാസിറ്റൻസിൻ്റെ കേസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, കപ്പാസിറ്റൻസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് Q ആൻഡ് V. Qനും Vനെ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. Q/V എന്നുള്ള കോൺസ്റ്റൻ്റ് ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ജോമെട്രി ഓഫ് ദി കണ്ടക്ടേഴ്സ് ആൻഡ് ദ സെപ്പറേഷൻ ആൻഡ് ദ മീഡിയം ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ്. ഇപ്പം ജോമെട്രി എന്ന് പറയുന്നത് സൈസ്, ഷേപ്പ് ആൻഡ് സെപ്പറേഷൻ. അപ്പോൾ രണ്ട് കണ്ടക്ടേഴ്സിൻ്റെ സൈസ് എന്താണ്, അതിൻ്റെ ഷേപ്പ് എന്താണ്, അതുപോലെ തന്നെ അത് തമ്മിലുള്ള എത്ര ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്, അതുപോലെ എന്താണ് മീഡിയം ബിറ്റ്വീൻ കണ്ടക്ടർ. So capacitance depends on geometry and medium between the two conductors. Geometry of the conductors and medium between the two conductors. Geometryയിലാണ് സൈസും ഷേപ്പും സെപ്പറേഷനും വരുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ നമുക്കൊന്നും കൂടെ നോക്കാം. ഇക്വേഷനിലേക്ക് നോക്കാം. എയും ഡിയും ഒക്കെ എന്താണ്? എ എന്ന് പറയുന്ന ഏരിയ ആണ്, അതായത് അതിൻ്റെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഡി ഡിസ്റ്റൻസ് ആണ്. ε0 എന്ന് പറയുന്ന വാല്യൂ മീഡിയം മാറുമ്പോൾ മാറുന്നുണ്ട്. അപ്പോൾ ഇതാണ് വരുന്നത്. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. ഇക്വേഷനൊക്കെ ആണെങ്കിലും ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? ഫാരഡ് ആണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് പ്രോബ്ലം നമുക്ക് നോക്കാം. ഫൈൻഡ് ദ കപ്പാസിറ്റൻസ് ഓഫ് എ capacitor of area equal to 1 meter square and separation 1 millimeter. A simple question ആണ്. അപ്പോൾ ഇതൊക്കെ എന്തായാലും നിങ്ങൾക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. C = ε0A/d യിൽ ε0യുടെ വാല്യൂ നമുക്ക് കാണാതെ അറിഞ്ഞിരിക്കണം. 8.85 × 10⁻12 കൂളം സ്ക്വയർ ന്യൂട്ടൺ ഇൻവേഴ്സ് മീറ്റർ റൈസ് ടു -2. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി ഏരിയ 1 മീറ്റർ സ്ക്വയർ ആണ്, സെപ്പറേഷൻ 1 millimeter ആണ് അല്ലേ. ഇപ്പം 1 × 10⁻3. വാല്യൂ എത്ര കിട്ടുന്നത്? 8.85 × 10⁻9 ഫാരഡ് എന്ന് കിട്ടും. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ ഏരിയ ഓഫ് കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് 1 ഫാരഡ് ഓഫ് സെപ്പറേഷൻ 1 centimeter. അതായത് നമുക്ക് 1 ഫാരഡ് കപ്പാസിറ്റർ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എത്ര ഏരിയ വേണമെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഇവിടെ നോക്കുക, അത് സെപ്പറേഷൻ 1 centimeter ആണ്. അത് വളരെ ചെറുതെടുത്തു. 1 millimeter ഒക്കെ എടുത്താൽ കുറച്ചും കൂടെ വ്യത്യാസം വരും. ഇനി 1 centimeter എടുത്തിട്ട് വി ഹാവ് C = ε0A/d. എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൽ നിന്ന് C × d/ε0. അപ്പം വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. C 1 ഫാരഡ്, ഏരിയ 10⁻², ഇനി 8.85 ഇത് വാല്യൂ കൊടുത്തു. അപ്പോൾ 10⁻9 മീറ്റർ സ്ക്വയറിന് കിട്ടും ഏരിയ. അപ്പോൾ ഇതൊരു സ്ക്വയർ പ്ലേറ്റ് ആണെങ്കിൽ അതിൻ്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ, L² ആയിരിക്കും ഏരിയ. അപ്പോൾ നമുക്ക് ഇവിടെ ലെങ്ത് കണ്ടുപിടിക്കുവാണ്. √10⁻9 3 × 10⁻4 കിട്ടും, അല്ലെങ്കിൽ 30 കിലോമീറ്റർ കിട്ടും. അപ്പോൾ അതായത് 1 ഫാരഡ് കപ്പാസിറ്റർ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് വേണം? അത് രണ്ട് കപ്പാസിറ്റർ പ്ലേറ്റ്സ് 1 centimeter സെപ്പറേഷനിൽ വെച്ച് ഒരു 1 ഫാരഡ് കപ്പാസിറ്റർ ഉണ്ടാക്കണമെങ്കിൽ വി നീഡ് കപ്പാസിറ്റർ പ്ലേറ്റ്സ് ഓഫ് ലെങ്ത് 30 കിലോമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് 30 കിലോമീറ്റർ. 30 കിലോമീറ്റർ നീളവും വീതിയുള്ള കപ്പാസിറ്റർ പ്ലേറ്റ്സ് ഉണ്ടെങ്കിൽ 1 ഫാരഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് പ്രാക്ടിക്കലി ഇങ്ങനെ ഈ രീതിയിൽ ഇമ്പോസിബിൾ ആണ്. പക്ഷേ ഈ സൂപ്പർ കപ്പാസിറ്റേഴ്സിലൊക്കെ ചെയ്യുന്നത് ഇത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നാനോമീറ്ററിലൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ
നാനോമീറ്ററിലൊക്കെ ഡിസ്റ്റൻസ് വരുമ്പോഴാണ് നമുക്ക് ഈ 1 ഫാരഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഹയർ കപ്പാസിറ്റേഴ്സ് കിട്ടുള്ളൂ. സാധാരണയായിട്ടുള്ള കപ്പാസിറ്റേഴ്സൊക്കെ ഈ ഫാരഡിലല്ല, മൈക്രോ ഫാരഡ് 10⁻⁶, ഇനി നാനോ ഫാരഡ് 10⁻⁹, പൈക്കോ ഫാരഡ് ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഇനി ഫാരഡിലൊക്കെ തന്നെ എന്തായിരിക്കണം, സൂപ്പർ കപ്പാസിറ്റേഴ്സിലൊക്കെ അതാണുള്ളത്. അപ്പോൾ അത് നാനോ ടെക്നോളജി വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന കപ്പാസിറ്റേഴ്സാണ്. ഇനി നമുക്ക് സാറ് ഉള്ള ഒരു ഇത് മറ്റേ സുജിത് സാറിൻ്റെ നോട്ടിലെ അസൈൻമെൻറ്റ് പ്രോബ്ലം ആണ്. ഫൈൻഡ് ഔട്ട് ദി ഇക്വേഷൻ ഫോർ ദ കപ്പാസിറ്റൻസ് ഓഫ് ആൻ ഐസൊലേറ്റഡ് സ്പെറിക്കൽ കണ്ടക്ടർ ഷോൺ ബിലോ ആൻഡ് യൂസിംഗ് ദിസ് ഇക്വേഷൻ റെഡ്യൂസ് ദ വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് ഓഫ് എർത്ത്. ടേക്ക് റേഡിയസ് ഓഫ് എർത്ത് ആസ് 6400 കിലോമീറ്റർ. അപ്പം ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നോക്കുക, ഒരു സിംഗിൾ കണ്ടക്ടറാണ്, അതിൻ്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ കണ്ടക്ടറിൻ്റെ ഇത് ഇങ്ങനെ ചാർജ് ഉണ്ട്, ചാർജ് ക്യൂ ആണ്, യൂണിഫോംലി ചാർജ്ഡാണ്. ഞാനിവിടെ ഇതിങ്ങനെ വെറുതെ എഴുതി വെച്ചിട്ടേ ഉള്ളൂ. C = Q/V എന്ന് പറഞ്ഞ ഇക്വേഷനാണ്. ക്യൂ എന്ന് കൊടുക്കാം. V എന്തായിരിക്കും, ഒരു വിയുടെ ഇക്വേഷൻ, V അറ്റ് എ പോയിന്റ് അല്ലെങ്കിൽ അതുകൊണ്ട് സർഫസിൽ വിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/4πε0 Q/R ആണ് അല്ലേ. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് അല്ലെ സ്പെറിക്കൽ കണ്ടക്ടർ, സെയിം ഇക്വേഷനാണ്. ഇനി നമുക്ക് C കണ്ടുപിടിക്കണമെങ്കിൽ Q / 1/4πε0 Q/R എന്ന് കിട്ടും. ക്യൂവും ക്യാൻസൽ ആവും, ഈ 4πε0R മുകളിലേക്ക് പോകും. ഞാനിങ്ങനെ റഫായിട്ട് ഇതിൽ തന്നെ ഡൂഡിൽ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ C = 4πε0R എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. നിങ്ങൾ ചെയ്ത് നോട്ടിലേക്ക് എഴുതണം. ഈ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ നോട്ടിലേക്ക് എഴുതണം. അപ്പോൾ ഇതുപോലുള്ള കപ്പാസിറ്റേഴ്സിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവിടെ 2 ടെർമിനൽ, ഇതിന് നമുക്ക് ഇവിടെ 2 ടെർമിനൽ കാണാം. ഇതിനാണെങ്കിൽ ഇവിടെ ഒരു ടെർമിനലും ഇവിടെ ഒരു ടെർമിനലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് പോസിറ്റീവ് പ്ലേറ്റിലേക്കും ഒന്ന് നെഗറ്റീവ് പ്ലേറ്റിലേക്കുമാണ് ഉള്ളത് ഈ കാണിച്ചതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ പോസിറ്റീവ് പ്ലേറ്റ് തന്നെയാണ്, ഒരു ലോങ് പ്ലേറ്റ് ആണ്, അതിങ്ങനെ ചുറ്റി വെച്ചിട്ടാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ രണ്ടാമത്തെ നെഗറ്റീവ് ടെർമിനൽ വരുന്നതും വേറെ ഒരു പ്ലേറ്റിലേക്കാണ്, അതും ചുറ്റിയാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു പേപ്പർ, സാധാരണ ഡയലക്ട്രിക്കായിട്ട് പേപ്പർ അല്ലെ പ്ലാസ്റ്റിക് ഒക്കെയാണ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയുടെ ലിങ്ക് ആണ്, നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുള്ള ക്ലാസ് തന്നെയായിരിക്കും. ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, നിങ്ങളത് നോക്കുക. അപ്പോൾ ഇത്രയാണ് ഇതിലുള്ളത്. കപ്പാസിറ്റൻസ് ആൻഡ് കപ്പാസിറ്ററിൽ എന്താണ് കപ്പാസിറ്റർ? കപ്പാസിറ്റർ ഈസ് എ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ചാർജസ്. അവിടെ 2 കണ്ടക്ടേഴ്സാണ് സാധാരണ. സിംഗിൾ കണ്ടക്ടറിനും കപ്പാസിറ്ററായിട്ട് ബിഹേവ് ചെയ്യാം, പക്ഷേ അവിടെ ഈ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ വളരെ ഹൈ ആയിരിക്കും. അപ്പം കപ്പാസിറ്റൻസ് കുറവേ കിട്ടുള്ളൂ. C = Q/V, വിയുടെ വാല്യൂ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ രണ്ടാമതൊരു കണ്ടക്ടറും കൂടി ഉണ്ടെങ്കിൽ പൊട്ടൻഷ്യലിന് പകരം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വരുന്നത്. സോ ജനറലി കപ്പാസിറ്റർ ഈസ് എ സിസ്റ്റം ഓഫ് 2 കണ്ടക്ടേഴ്സ് സെപ്പറേറ്റഡ് ബൈ ആൻ ഇൻസുലേറ്റർ എന്ന് പറയാം. ഇനി C = Q/V ആണ്, അതിൻ്റെ യൂണിറ്റ് ഫാരഡ് ആണ്. അതിൻ്റെ സിമ്പിൾ നമ്മൾ കണ്ടു, പല ഷേപ്പുള്ള കപ്പാസിറ്റേഴ്സ് കണ്ടു. ഇനി എന്താ പഠിച്ചത്? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഡെഫിനിഷൻ, കപ്പാസിറ്റൻസ് = ε0A/d ആണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്, അതിൻ്റെ ഡെറിവേഷനാണ് കണ്ടത്, അത് നിങ്ങൾ എഴുതി പഠിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇതിൻ്റെ സാറ് ക്ലാസ്സിൽ, വിക്ടേഴ്സ് ക്ലാസ്സിൽ ഇതിൻ്റെയൊക്കെ കുറേ ഡെമോ എടുത്തിട്ടുണ്ടായിരുന്നു, ഡെമോ വീഡിയോസ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് കപ്പാസിറ്റൻസ് വരുന്നത് എന്നുള്ള വോൾട്ടേജ് ഒക്കെ വെച്ച് ചെക്ക് ചെയ്യുന്ന കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി നന്നായിട്ട് പഠിക്കുക. സ്കൂളിലെ എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കുക. അതുപോലെ തന്നെ സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹാപ്പി, സ്റ്റേ അറ്റ് ഹോം.